ഒറ്റശിഖരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കല്ലുമോളെ എന്തായാലും കൊടുക്കില്ല, അത് ഉറപ്പിച്ച് തന്നെയാണ് തുളസിച്ചേട്ടനും മീനാക്ഷി ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടനിലക്കാരനായി നിന്ന ചന്ദ്രമോഹനൻ വന്നിട്ട് പറയുകയാണ്, ഏതായാലും കല്ലുമോളെ കൊടുത്തേ പറ്റുള്ളൂ, അല്ലാതെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, കല്ലുമോളെ ഞാനേ കല്ലുമോളുടെ അച്ഛൻ്റെ കയ്യിലേ കൊടുക്കുകയുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. മീനാക്ഷിക്ക് ഭയങ്കര ഉറപ്പുണ്ട്, മേനൻ സാർ എന്തായാലും ഇവിടെ ഇല്ലല്ലോ, മലേഷ്യയിലാണല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് മീനാക്ഷി പറയുന്നത് കേട്ടോ. അതേസമയം ചന്ദ്രമോഹൻ പറയും, അത് മതി, ഏതായാലും മേനോൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്, മേനോൻ സാറിൻ്റെ ഒരു കൈക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, പക്ഷേ മേനോൻ സാറിന് എന്തായാലും കൊച്ചിനെ കിട്ടിയേ എന്നുമാണ് പറയുന്നത്. ആ കൊച്ചിനെ നെഞ്ചിലിട്ട് വളർത്തണം മേനോൻ സാറിന്, അത് മാത്രമേ ഇപ്പോൾ ആശ്രയമുള്ളൂ, വേറെ ആർക്കും അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടത് മീനാക്ഷി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. മേനോൻ സാർ വന്നിരിക്കണോ എന്ന് മീനാക്ഷി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അതേസമയം ചന്ദ്രശേഖരൻ പറയും, തുളസിച്ചേട്ടൻ ഇങ്ങനെ നിലവിളിക്കുകയാണ് കേട്ടോ, കുഞ്ഞിനെ തരാൻ പറ്റില്ല, ഇത്രയും നാൾ അവൾ കുഞ്ഞുമായിട്ട് ഇടപഴകി, ഇനി ആ കുഞ്ഞിനെ തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് അത്രയ്ക്കും അവളും അമ്മയും മോളും തമ്മിൽ അത്രയും ബന്ധമായി എന്നിങ്ങനെ പറയണം. അതേസമയം ചന്ദ്രമോഹൻ പറയണ്ട, നിങ്ങൾ കുഞ്ഞുമായിട്ട് അത്രയും ഇടപഴകി, നിങ്ങൾക്ക് കുഞ്ഞിനോട് അത്രയും സ്നേഹമായി, അതുകൊണ്ടാണ് പ്രശ്നം. പക്ഷേ ഇതേപോലെ ഒരാൾ അവിടെ ഈ കുഞ്ഞിനെ മാത്രം വേണ്ടി ജീവിക്കുന്ന ഒരാളുണ്ട്, അയാളെ ഒഴിവാക്കാൻ പറ്റില്ല, എന്തായാലും ശരി കുഞ്ഞിന് എന്തായാലും വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. തുളസിച്ചേട്ടൻ്റെ ഓരോന്നും പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രമോഹനെ എഗ്രിമെൻറ്റ് പേപ്പർ കാണിച്ചു കൊടുക്കുക, ഇതിലേ നിങ്ങൾക്ക് ഇടപെടണ്ട, നിങ്ങളുടെ മോളും മേനോൻ സാറും മാത്രമാണ് ഇതിൽ അല്ലാതെ നിങ്ങൾക്കിതിലൊരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കുക, നാളെ മുതൽ കേസ് കോടതിയിൽ പോകും, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ചന്ദ്രമോഹൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, ഒരു അഡ്വക്കേറ്റുമായിട്ട് മേനോൻ സാറിൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. മേനോൻ സാറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയണം. അപ്പോൾ മേനോൻ സാറ് പറയുന്നുണ്ട്, ഇതൊരു യുദ്ധം നടത്താനല്ല, എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണം, എനിക്ക് വേറെ ആരുമില്ല, ഇതൊരു യുദ്ധം നടത്തി കേസാക്കി കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലതാമസമാവുമല്ലോ എന്നിങ്ങനെ പറയണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, എനിക്കിനി വേറെ ആരുമില്ല എന്നിങ്ങനെ മേനോൻ സാർ ഇങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്തായാലും ശരി നമുക്ക് കുഞ്ഞിനെ എന്തായാലും കൊണ്ടുവരണം, നമ്മുടെ അടുത്ത് എഗ്രിമെൻറ്റ് പേപ്പർ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മീനാക്ഷി ഇങ്ങനെ പറയാണ്, ഒരമ്മയ്ക്ക് വാടകയ്ക്ക് കിട്ടും, ഒരമ്മയെ വാടകയ്ക്ക് കിട്ടും, ഒരു ഗർഭപാത്രം വാടകയ്ക്ക് കിട്ടുമായിരിക്കും, ഒരമ്മയെ വാടകയ്ക്ക് കിട്ടില്ലല്ലോ, എൻ്റെ മോളെ ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.